ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ ഇവളെ കണി കണ്ടുകൊണ്ടാണ് ഗൈസ് ഇന്ന് ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. അപ്പം വന്നപ്പോഴത്തേന് സമയം 10 മണിയൊക്കെ കഴിഞ്ഞു. വെയിൽ നന്നായിട്ട് ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ രാവിലെ തന്നെ പാത്രം കഴുകുകയാണ് ഇവിടെ. അങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് നമ്മൾ നേരെ ഒരു ഉണ്ണിയപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പവും കട്ടനും. അങ്ങനെ ഇന്നത്തെ ദിവസം ഇതിലൂടെ ഇങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച് അമ്മയോട് പരദർശനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ സ്പെഷ്യൽ പുട്ടാണ് ഗൈസ്. അങ്ങനെ മാവൊക്കെ നനച്ച് വെച്ചിട്ട് ഇന്ന് എന്തുവാണെന്ന് അറിയത്തില്ല, നമുക്ക് തുളസി വെള്ളം കുടിക്കാൻ ഭയങ്കര കൊതി. അങ്ങനെ നമ്മൾ തുളസി വെള്ളമൊക്കെ അടപ്പേ വെച്ച്, നമ്മൾ വെളിയിലാണ് അരി അടപ്പിടാറുള്ളത്. അങ്ങനെ വെള്ളമൊക്കെ നമ്മൾ അടപ്പേ വെച്ചിട്ട് അമ്മ പുട്ട് റെഡിയാക്കി, ആദ്യത്തെ കുറ്റി റെഡിയാക്കി അങ്ങ് വെച്ചു. കാരണം പുട്ട് അടപ്പേ ഇരുന്ന് വേകുമ്പോഴത്തേന് ബാക്കി പരിപാടികളൊക്കെ നമുക്ക് പോകാമല്ലോ. അപ്പോൾ പുട്ട് അടപ്പേ വെച്ചതിന് ശേഷം നമ്മൾ അമ്മ അരി അടപ്പേ ഇട്ടാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് 2 പേർക്ക് വേണ്ടിയുള്ള അരി മതിയായിരുന്നു. അങ്ങനെ അരിയൊക്കെ കഴുകി കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വലിയ രീതിയിൽ കറികളൊന്നും വെക്കുന്നില്ല, ചെറിയ രീതിയിൽ കറികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെളിയിൽ കൊണ്ടുപോയി അരിയൊക്കെ അടപ്പിട്ടതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഈ ജോലി മൊത്തം ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ പുട്ട് അവിടെ റെഡിയായി ഗൈസ്. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അരിപ്പുട്ട് ഗൈസ്. ഇനി എന്നാൽ നമുക്ക് പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാം. നമ്മൾ നേരത്തെ മോൻ കഴിയിട്ടാണ് നമ്മൾ കട്ടനും ഉണ്ണിയപ്പം കഴിച്ചത്. ഇനി നമുക്ക് പല്ല് തേച്ചിട്ട് വേണം നമുക്ക് പുട്ടും പഴവും പപ്പടവും പഞ്ചസാര എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ. അങ്ങനെ അമ്മയും ഞാനും കൂടെ പുട്ടും പഴവും പപ്പടവും പഞ്ചസാരയും എല്ലാം കൂടെ കൂട്ടി ഒരു അടിപൊളി ഒരു പിടിയായിരുന്നു ഗൈസ്. ഇന്ന് നല്ല വെയിൽ കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ് ഗൈസ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മഴ ഒരു ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പുട്ടൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് ഇന്ന് കുറേ പരിപാടികളുണ്ട് ഗൈസ്. അപ്പോഴത്തേക്ക് പുട്ട് കഴിച്ചു കഴിഞ്ഞ് അമ്മ നേരെ ഉച്ചയ്ക്കത്തുള്ള കറി വെക്കാനുള്ള പരിപാടിയിലേക്കാണ്. അപ്പോഴത്തേക്ക് ഇത്തിരി ഒരു ആത്തക്ക കിട്ടി ഗൈസ്. ഇതാ ഞങ്ങളുടെ നാട്ടിൽ ആത്തക്കയെന്നും പറയും, സീതപ്പഴമെന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് കമൻറ്റ് ഇടണം. അപ്പോൾ നമുക്ക് വെയിൽ പോകുന്നതിന് മുമ്പേ ഇനിയൊന്ന് അടിച്ച് നനച്ച് കുളിച്ചിട്ട് വരാം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു. ഇഷ്ടപ്പെട്ട നമ്മുടെ ഫാമിലിയിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.